ഹായ് ഫ്രണ്ട്സ്, പി മീഡിയയിലേക്ക് സ്വാഗതം. കിയ സെൽറ്റോസ് ഇന്ത്യൻ വിപണിയിലെത്തിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. മികച്ച ഡിസൈനും ആകർഷകമായ വിലയോടും കൂടിയാണ് സെൽറ്റോസ് ഇന്ത്യയിലെത്തിയത്. കിയ സെൽറ്റോസ് മൊത്തം 8 വേരിയൻറ്റുകളിൽ ലഭ്യമാണ്. സെൽറ്റോസിൻ്റെ വേരിയൻറ്റുകളെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. പ്രൈസ്, എൻജിൻ, ഫീച്ചേഴ്സ് എല്ലാം നമുക്കൊന്ന് നോക്കിക്കളയാം. HT ലൈൻ, GT ലൈൻ എന്നീ 2 കാറ്റഗറിയിൽ സെൽറ്റോസിൻ്റെ വേരിയൻറ്റുകളെ തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ HT ലൈനിൻ്റെ താഴെ 5 വേരിയൻറ്റുകളാണ് ഉള്ളത്. HTE, HTK, HTK+, HTX, പിന്നെ HTX+. ഇതിൽ ടോപ്പ് എൻഡ് വേരിയൻ്റായ HTX+ൽ പെട്രോൾ എഞ്ചിൻ സെൽറ്റോസ് ക്രമീകരിച്ചിട്ടില്ല എന്നത് സെൽറ്റോസിൻ്റെ നെഗറ്റീവാണെന്ന് വേണം പറയാൻ. GT ലൈനിൻ്റെ താഴെ 3 വേരിയൻറ്റുകളാണുള്ളത്. GTK, GTX, പിന്നെ GTX+. ഇതിൽ ടോപ്പ് വേരിയൻ്റായ GTX+ൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ലഭ്യതയില്ല എന്നതും ഖേദകരമാണ്. ഇനി 2 കാറ്റഗറിയിൽ ആകെ 3 എഞ്ചിൻ ഓപ്ഷനാണ് കിയ സെൽറ്റോസിൽ വാഗ്ദാനം ചെയ്യുന്നത്. ഇത് HT ലൈനിൽ 2ഉം GT ലൈനിൽ 1ഉമാണ്. 1.5 ലിറ്റർ MPI പെട്രോൾ എഞ്ചിനും 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിനുമാണ് HT ലൈനിൽ ലഭിക്കുക. പെട്രോൾ എഞ്ചിൻ 115 bhp പവറും 144 Nm ടോർക്കും ജനറേറ്റ് ചെയ്യാൻ കൽപ്പുള്ളതാണ്. ഈ ഒരു എഞ്ചിനിൽ 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് CVT ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് ലഭിക്കുക. 16.3 മുതൽ 16.4 കിലോമീറ്റർ വരെ മൈലേജ് കിയ വാഗ്ദാനം ചെയ്യുന്നു. HT ലൈനിലെ ഡീസൽ എഞ്ചിൻ 115 bhp പവറും 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ കൽപ്പുള്ളതാണ്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് തിരഞ്ഞെടുക്കാവുന്നതാണ്. 17.8 കിലോമീറ്റർ മുതൽ 20.8 കിലോമീറ്റർ വരെയാണ് മൈലേജ് ഈ ഒരു എഞ്ചിനിൽ കിയ വാഗ്ദാനം ചെയ്യുന്നത്. GT ലൈനിൽ ഒരൊറ്റ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. 1.4 ലിറ്റർ ടർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ 140 bhp പവറും 242 Nm ടോർക്കും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പോർട്ടി എഞ്ചിനാണിത്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് ഉള്ളത്. ഇതിൽ 16.1 മുതൽ 16.2 കിലോമീറ്റർ വരെ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നു. ഇനി നമുക്ക് HT ലൈനിലെ ബേസ് വേരിയൻ്റായ HTE ഒന്ന് പരിചയപ്പെടാം. ഈ വേരിയൻറ്റിൽ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് മാത്രമാണ് ലഭിക്കുക. മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് വീൽ, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ, 4 സ്പീക്കർ ഓഡിയോ സിസ്റ്റം, പവർ വിൻഡോസ്, ഡുവൽ എയർ ബാഗ്സ്, ABS, പവർ സ്റ്റിയറിംഗ്, വീൽ കവേഴ്സ്, എയർ കണ്ടീഷൻ, റിയർ AC വെൻറ്റ്സ്, റൂഫ് റെയിൽസ്, ഷാർക്ക് ഫിൻ ആൻറ്റിന, റിയർ സ്പോയിലർ, ഫ്രണ്ട് ആൻഡ് റിയർ സ്കിഡ് പ്ലേറ്റ്സ്. പിന്നെ എല്ലാ HT ലൈനിൽ വരുന്ന എല്ലാ വേരിയൻറ്റുകളിലും ബ്ലാക്ക് ആൻഡ് ബീച്ച് ഇൻറ്റീരിയറും ലഭിക്കുന്നതാണ്. എല്ലാ വേരിയൻറ്റുകളിലും 50 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റിയും 433 ലിറ്റർ ബൂട്ട് സ്പേസും ലഭിക്കും. HTE വേരിയൻറ്റിന് 9,89,000 രൂപയാണ് എക്സ്-ഷോറൂം വില വരുന്നത്. HTK ആണ് അടുത്ത വേരിയൻറ്റ്, അതായത് ബേസ് വേരിയൻറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻ്റാണ് ഇത്. ഇതിൽ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സിന്, അതായത് ബേസ് വേരിയൻറ്റിലുള്ള ഫീച്ചേഴ്സിന് പുറമെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, പിന്നെ ഫ്രണ്ട് ഫോഗ് ലൈറ്റ്സ്, പവർ അഡ്ജസ്റ്റബിൾ എക്സ്റ്റീരിയർ റിയർ വ്യൂ മിറർ എന്നിവ ലഭിക്കും. ഇനി വിലയാണെങ്കിൽ 10,29,000 രൂപയാണ് എക്സ്-ഷോറൂം വില വരുന്നത്. HTK+ വരുമ്പോൾ ഇത് സെൽറ്റോസിൻ്റെ മിഡ് സ്പെക് വേരിയൻ്റാണ്. ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ ലഭ്യമാവും. ഡീസൽ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് ലഭിക്കുന്ന ഒരു വേരിയൻറ്റും കൂടിയാണിത്. മുൻപ് പറഞ്ഞ 2 വേരിയൻറ്റുകളും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലാത്തവയാണ്. സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സിന് പുറമെ 16 ഇഞ്ച് അലോയ് വീൽസ്, ക്രൂയിസ് കൺട്രോൾ, സ്മാർട്ട് കീ, പുഷ് ബട്ടൺ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓപ്ഷൻ, LED DRLs, UV കട്ട് ഗ്ലാസസ്, ഐസൊലേറ്റഡ് ചൈൽഡ് സീറ്റ് മൗണ്ട്സ്, ആംബിയൻറ്റ് ലൈറ്റ്സ് ഇതൊക്കെയാണ് ഫീച്ചേഴ്സായി വരിക. നിങ്ങൾ ഡീസൽ എഞ്ചിനിൽ ഓട്ടോമാറ്റിക്കാണ് നോക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കും ബെസ്റ്റ് വേരിയൻറ്റ്. 11,49,000 രൂപയാണ് എക്സ്-ഷോറൂം വില വരുന്നത്. HTX എന്ന സെക്കൻഡ് ടോപ്പ് വേരിയൻ്റാണ് അടുത്തത്. ഈ വേരിയൻറ്റിൽ നിങ്ങൾക്ക് ഡീസലിൽ ഓട്ടോമാറ്റിക് ലഭിക്കില്ല. പെട്രോളിൽ CVT ട്രാൻസ്മിഷനുള്ള ഒരു വേരിയൻറ്റും കൂടിയാണിത്. ഫുൾ LED ലൈറ്റ്സ്, അതായത് ടെയിൽ ലാമ്പും ഹെഡ് ലാമ്പും DRLസും എല്ലാം LED ആണ്. പ്രീമിയം 17 ഇഞ്ച് അലോയ് വീൽസ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ്, 60/40 സ്പ്ലിറ്റബിൾ റിയർ സീറ്റ്സ്, സ്മാർട്ട് എയർ പ്യൂരിഫയർ, റിയർ 12 വോൾട്ട് സോക്കറ്റ്, ഓട്ടോമാറ്റിക് AC,
ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, പിന്നെ 4 ഡിസ്ക് ബ്രേക്സ്, ഓട്ടോ ഹെഡ് ലാംപ്സ്, 10:25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് യുഒ കണക്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സായി വരിക. 13,09,000 രൂപയാണ് എക്സ് ഷോറൂം വില വരുന്നത്. ഇനി HT ലൈനിലെ ടോപ്പ് എൻഡ് വേരിയൻ്റായ HT X+ലേക്ക് വരാം. നിങ്ങൾ ഡീസൽ എഞ്ചിനുള്ള ടോപ്പ് വേരിയൻ്റാണ് നോക്കുന്നതെങ്കിൽ HT X+ ആണ് ആ വേരിയൻറ്റ്. പക്ഷേ ഈ ഒരു വേരിയൻറ്റിൽ പെട്രോൾ ഓപ്ഷൻ ലഭ്യമല്ല. 8-way പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവിംഗ് സീറ്റ്, ഇലക്ട്രിക് സൺറൂഫ്, 7 ഇഞ്ച് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ്, വയർലെസ് ചാർജിംഗ് പോയിൻറ്റ്സ്, പാർക്കിംഗ് സെൻസേഴ്സ്, 8 സ്പീക്കർ ഓഡിയോ സിസ്റ്റം, ഇവയൊക്കെയാണ് ഫീച്ചേഴ്സായി വരിക. 15,34,000 രൂപയാണ് എക്സ് ഷോറൂം വില വരുന്നത്. ഇനി GT ലൈനിലേക്ക് വരുമ്പോൾ കുറച്ച് സ്പോർട്ടി ലുക്കിലുള്ള വേരിയൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നൽകിയിരിക്കുന്ന ഫീച്ചേഴ്സും അതിശയിപ്പിക്കുന്നതാണ്. എന്നാൽ GT ലൈനിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല എന്നത് പോരായ്മ തന്നെയാണ്. നമുക്കാദ്യം GTK എന്ന ബേസ് വേരിയൻ്റ് നോക്കാം. ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ GT ലൈനിലെ ബേസ് വേരിയൻ്റാണിത്. മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് വീൽ, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ, അലോയ് വീൽസ്, പവർ വിൻഡോസ്, ഡുവൽ എയർ ബാഗ്സ്, പവർ സ്റ്റിയറിംഗ്, പവർ അഡ്ജസ്റ്റബിൾ എക്സ്റ്റീരിയർ റിയർ വ്യൂ മിറർ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ABS, ഫോഗ് ലൈറ്റ്സ്, എയർ കണ്ടീഷൻ, സ്പോർട്ടി ബ്ലാക്ക് ഇൻറ്റീരിയർ. GT ലൈനിൽ വരുന്ന എല്ലാ വേരിയൻറ്റുകളിലും സ്പോർട്ടി ആയിട്ടുള്ള ബ്ലാക്ക് ഇൻറ്റീരിയറാണ് ലഭിക്കുക. കൂടാതെ ഷാർക്ക് ഫിൻ ആൻറ്റീന, റൂഫ് റെയിൽസ്, LED ലൈറ്റ്സ്, ആംബിയൻ ലൈറ്റ്സ്, അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ്, ക്രൂസ് കൺട്രോൾ, സ്മാർട്ട് എയർ പ്യൂരിഫയർ, 8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, പിന്നെ 4 ഡിസ്ക് ബ്രേക്സ്, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ്സ്, ഓട്ടോ ഹെഡ് ലാംപ്സ്, എല്ലാം കൊണ്ടും GT ലൈനിലെ ബേസ് വേരിയൻ്റ് തന്നെ കേമനാണ്. പക്ഷേ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ GT ലൈനിൽ ഡീസൽ എഞ്ചിൻ കിയ വാഗ്ദാനം ചെയ്യുന്നേയില്ല. ഈ ഒരു വേരിയൻറ്റിന് എക്സ് ഷോറൂം വില വരുന്നത് 13,79,000 രൂപയാണ്. ഇനി GT ലൈനിലെ സെക്കൻഡ് ടോപ്പ് വേരിയൻ്റായ അല്ലെങ്കിൽ സെൽറ്റോസിൻ്റെ തന്നെ വേരിയൻറ്റുകളിൽ മികച്ച വേരിയൻ്റായ GT Xനെ കുറിച്ച് പറയാം. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ലഭ്യമാണ്. 8 ഇഞ്ച് ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, സ്മാർട്ട് കീ എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓപ്ഷൻ, റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ്, റോഡ് ഗ്രിപ്പ് കൺട്രോൾ, മൾട്ടിപ്പിൾ ഡ്രൈവിംഗ് മോഡ്സ്, 6 എയർ ബാഗ്സ്, ബ്രേക്ക് അസിസ്റ്റ്, ഹിൽ അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം, 10:25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. എല്ലാം കൊണ്ടും GT ലൈനിലെ എന്നല്ല സെൽറ്റോസ് വേരിയൻറ്റുകളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് വേരിയൻ്റാണ് ഇത് എന്ന് വേണം പറയാൻ. 15,79,000 രൂപയാണ് എക്സ് ഷോറൂം വില വരുന്നത്. GT X+ ടോപ്പ് വേരിയൻ്റാണ്. പക്ഷേ ഇതിൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഇല്ല എന്നത് ഒരു പോരായ്മയായി കാണണം. ഇലക്ട്രിക് പവർ സൺറൂഫ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, 360 ഡിഗ്രി ക്യാമറ, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ എന്നിങ്ങനെയാണ് ഈ വേരിയൻറ്റിലെ ഫീച്ചേഴ്സ്. 16,29,000 രൂപയാണ് എക്സ് ഷോറൂം വില വരുന്നത്. സെൽറ്റോസിൻ്റെ എല്ലാ വേരിയൻറ്റിൻ്റെയും വീൽ ബേസ് 2.61 മീറ്ററാണ്. മാത്രമല്ല സെൽറ്റോസ് ക്രേറ്റയേക്കാൾ വലുതുമാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഏത് വേരിയൻ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വ്യത്യസ്തങ്ങളായ വാഹന ലോകത്തെ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.